നമസ്കാരം. ന്യൂസ് ട്രെൻഡ്സ് ആരംഭിക്കുകയാണ്. സംസ്ഥാനത്തെ പ്രത്യേകിച്ച് മലബാർ ജില്ലകളിലെ +1 സീറ്റ് പ്രതിസന്ധി സർക്കാരിനെ വല്ലാതെ പ്രതിസന്ധിയിലാക്കുന്നുണ്ടോ? വിദ്യാസംഘടനകൾ ഒന്നാകെ പ്രത്യേകിച്ച് SFI കൂടി സമരരംഗത്തിറങ്ങിയപ്പോൾ അത് സർക്കാരിന് ചർച്ചയ്ക്ക് വിളിക്കേണ്ട സാഹചര്യത്തിലേക്ക് കൂടി, ഈ സംഘടന അടക്കം ചർച്ചയ്ക്ക് വിളിക്കേണ്ട സാഹചര്യത്തിലേക്ക് കൂടി എത്തിയിരിക്കുന്നു. അപ്പോഴും പ്രതിഷേധങ്ങൾ ശക്തമാകുമ്പോഴും സർക്കാർ നിലപാട് എന്ന് പറയുന്നത് സംസ്ഥാനത്ത് എവിടെയും സീറ്റ് പ്രതിസന്ധി ഇല്ല എന്നാണ്. ഇന്നലെ സഭയിലടക്കം സഭയ്ക്ക് പുറത്തും വിദ്യാഭ്യാസ മന്ത്രി ഇക്കാര്യം വിശദീകരിച്ചിരുന്നു. മലപ്പുറം ജില്ലയിലെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാനാണ് ഇന്ന് സംഘടനകളുടെ യോഗം വിളിച്ചിരിക്കുന്നത്. മലബാർ ജില്ലകളിലെ 80,000-ലധികം വിദ്യാർത്ഥികൾ സീറ്റ് ലഭിക്കാതെ പുറത്തു നിൽക്കുന്നു എന്നാണ് കണക്ക്. കോഴിക്കോട്ട് ഇന്നലെ വലിയ പ്രതിഷേധമുണ്ടായി. ഇന്നിപ്പോൾ ഫെർട്ടേണിറ്റിയുടെ മാർച്ച് അവിടെ നടക്കുന്നു. വലിയ പ്രതിഷേധമുണ്ടാകുന്നു എന്നുള്ളതാണ്. തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. മലബാറിലെ കുട്ടികൾക്ക് ഇവിടെ പഠിക്കാൻ സീറ്റില്ല. എന്താ മനസ്സിലാക്കിയേ? വിദ്യാഭ്യാസ മന്ത്രി എന്താ വിചാരിച്ചത്? ഇനിയും സമരം വരും, ഞാൻ ഇനിയും പോയിട്ട് വരും. എത്ര ആളല്ലേ നിങ്ങൾ ഇവിടെ പിടിച്ചുകൊള്ളൂ? ബാക്കി കാണാം. മലബാറിൽ അവസാനത്തെ കുട്ടിക്ക് സീറ്റ് കിട്ടുന്നവരെ ഞാനിവിടെ വരും. എത്ര ആൾ സംരക്ഷിക്കൂ? നോക്കാലോ. ഇൻകുലാബ് സിന്ദാബാദ്, മലബാറിൽ അവസാനത്തെ കുട്ടിക്ക് സീറ്റ്. ഫെർട്ടേണിറ്റി പ്രവർത്തകരുടെ പ്രതിഷേധമാണ് പുരോഗമിക്കുന്നത്. ഇന്നലെ എല്ലാ വിദ്യാർത്ഥി സംഘടനകളും പ്രതിഷേധ രംഗത്തുണ്ടായിരുന്നു. അതേസമയം ഈ +1 മുഴുവൻ A+ ലഭിച്ച വിദ്യാർത്ഥികൾ പോലും സീറ്റ് ലഭിക്കാതെ പുറത്തു നിൽക്കുന്ന സാഹചര്യം പല ജില്ലകളിലുമുണ്ട് എന്ന് കണക്കുകൾ വ്യക്തമാക്കുന്നുണ്ട്. സംഘടനകളുമായി സർക്കാർ ചർച്ച വിളിച്ചതും ഈ പ്രത്യേക സാഹചര്യത്തിലാണ്. കാരണം ഇന്നലെ SFIയെ ഉച്ചയ്ക്ക് വിദ്യാഭ്യാസ മന്ത്രി തള്ളിപ്പറഞ്ഞിരുന്നു. കാരണം സമരം ഒരുപാട് നാളായില്ലേ ചെയ്തിട്ട്, അവർ സമരം ചെയ്തു പഠിക്കട്ടെ എന്ന് വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞ് നമ്മൾ കേട്ടതാണ്. SFI ഇതിന് രംഗത്ത് വന്നിരുന്നു. വൈകിട്ട് മന്ത്രി തിരുത്തി ഈ പ്രസ്താവന താൻ KSUവിനെതിരെയാണ് പറഞ്ഞത് എന്ന് പറഞ്ഞുവെങ്കിൽ പോലും. പക്ഷെ സമരവും ഒപ്പം പ്രതിഷേധങ്ങളും എല്ലാ ജില്ലകളിലും ഇന്നും തുടരുമെന്ന കാര്യത്തിൽ സംശയമില്ല. KSUവിന്റെ വിദ്യാഭ്യാസ ബന്ധമടക്കം സംസ്ഥാനത്ത് പുരോഗമിക്കുകയാണ്. കൂടെ പോവാ.